ഇവിടെ അച്ഛൻ വീട്ടിലായിരുന്നു കുളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ പുള്ളി പുതിയൊരു പരിപാടി തുടങ്ങിയേക്കുക. കൊത്തു പൊറോട്ട പോലിരിക്കുന്ന ഒരു തോർത്തുണ്ട് ഈ പുള്ളിക്കാരൻ. അതുമെടുത്ത് ഉടുപ്പില്ലാതെ ഒരു കട്ടൻ പീടിയും വലിച്ച് അപ്പുറത്തെ തോട്ടിപ്പോയി 3 മുങ്ങും. എന്നിട്ട് 1 കിലോ കാര്യമായിട്ടാ ഈ മനുഷ്യൻ കേറി വരുന്നത്. മീൻ പിടിക്കാൻ പോകുന്നില്ലയോണ്ണ, പാവം പിടിച്ചോണ്ട് വരട്ടെണ്ണ. എടി, ആ തോർത്ത് മുഴുവൻ ഊട്ടയാണ്. ഓരോ മുങ്ങിനും ഓരോ ഊട്ടയിൽ ഓരോ കാരി വെച്ച് കേറും. ആ കാര്യമായിട്ട് വന്നിട്ട് ഞാൻ അമ്മയിൽ അരച്ച് കറി വെച്ച് കൊടുക്കണം ചാരതേ. അത് മാത്രമല്ല, ഈ മീനും പിടിച്ചോണ്ട് ഇവിടെ അച്ഛൻ തോർത്ത് കൊടുത്തോണ്ടൊരു വരവുണ്ട്. എങ്ങനെയുണ്ടെന്നാ കാണാന്? പഞ്ചറൊട്ടിക്കാൻ വേണ്ടി ട്യൂബിനകത്ത് ഈർക്കിൽ കുത്തി വെച്ചേക്കുന്ന കണക്ക് കാരി തോർത്തിനകത്ത് ഇങ്ങനെ ഇരിക്കും. അതും പിടിച്ചു വെച്ചോണ്ടാ ഇവിടെ അച്ഛൻ വരുന്നത്. ഇതൊക്കെ ഞാൻ നിന്നോട് എങ്ങനെ പറയും ശാരദേ? അണ്ണാ ഒരു കാര്യം ചെയ്യണം, മീൻ പിടിച്ചോണ്ട് വരുന്ന അണച്ചിട്ട് മീനൊക്കെ കറിയൊക്കെ വെച്ച് അങ്ങോട്ട് കൊടുക്കണം. നമുക്ക് അപ്പുറത്തോട്ടങ്ങനെ അച്ഛൻ ഇങ്ങനെ മീൻകറിയൊക്കെ വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ വടക്കും വെക്കാനോ ഒക്കെ അങ്ങ് തീരും. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കരയുടെ പുറകെ കാട് കളിച്ച് നിന്ന് അണ്ണൻ ഇതെല്ലാം വെട്ടി കളഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടില്ലേ വന്നേ അണ്ണൻ്റെ അടുത്ത്? എന്റെ കൈവയ്യായിരിക്കുന്ന കാര്യം നീ മറന്നോ സാരദ? കഴിക്കുന്ന പറ്റി അണ്ണന്റെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വരെ അണ്ണന്റെ കൈക്ക് ഒരുപാട് പോയില്ലായിരുന്നല്ലേ? അയ്യോ, ഇന്നലെ ഇച്ചിരി ചോറുണ്ടതാണ്. സാധാരണ ചെറിയ ഉരുള ഉരുട്ടിയാണ് ഞാൻ ചോറിയിരുന്നത്. ഇന്നലത്തെ ഉരുള അല്പം കൂടിപ്പോയി, വലിയൊരു ഉരുളയായിപ്പോയി ഉരുട്ടിയത്. ആ ഭാരം താങ്ങാൻ പറ്റാതെ എന്റെ കൈ ഒരു വശത്തോട്ട് ചരിഞ്ഞ് ഉളുക്കിയിരിക്കുകയാണ്. കാട് വെട്ടാൻ പറഞ്ഞപ്പോ പറയുന്ന ന്യായം കേട്ടോ. കാട് നിങ്ങൾ വെട്ടണ്ട, ചോറ് തിന്നുന്ന നമുക്ക് മര്യാദ കാണിച്ചു കൂടെ നിങ്ങൾക്ക്? എന്റെ എങ്ങനെ മര്യാദ കാണിക്കും? നിന്റെ അച്ഛന്റെ ഓരോരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ നാണം കെടും. ഇപ്പൊ പുതിയ എന്തുവാ? നീ പേടിക്കുന്ന പൂതിയൊന്നും അല്ല. മെട്രോ ട്രെയിനിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്ക് കറങ്ങണമെന്നും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനെന്തോ കുഴപ്പം? പ്രായമുള്ള മനുഷ്യരില്ലയോ? മെട്രോയിലോട്ട് അങ്ങോട്ട് കൊണ്ട് കയറ്റി എന്തുവാ കുഴപ്പം? മെട്രോയിൽ കയറ്റുകയും ചെയ്ത് ഞാൻ നാണം കെട്ട് നാറുകയും ചെയ്തു. അതിന്റെ നാണം കെട്ട് നാറുന്നേ? മെട്രോയിൽ കയറി ഞാനും ഇവിടെ അച്ഛനും കൂടെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ ഈ മെട്രോയിൽ ഒരു പെണ്ണൊരു സംഭവം അനൗൺസ് ചെയ്യുമല്ലോ. നെക്സ്റ്റ് സ്റ്റേഷൻ കടവന്ത്ര. നിന്റെ അച്ഛൻ ചാടി എഴുന്നേറ്റിട്ട് പറയും, എനിക്ക് 5 ലക്ഷം ഉള്ള ആരെങ്കിലും സഹായിക്കാവോ? അങ്ങനെ പറഞ്ഞു. കടവന്ത്ര എന്ന് പറഞ്ഞപ്പോ അങ്ങേര് കടവത്രയെന്നാ കേട്ടത്. നാണം കെട്ട് നാറിയില്ല ഞാൻ. എന്റെ അണ്ണൻ ഇങ്ങനെ നാണം കെട്ട് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അണ്ണൻ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നമല്ല. പണിക്ക് പോകാനല്ലേ പറഞ്ഞത്? കക്കാനും മോട്ടിക്കാനും പോകാൻ ഞാൻ പറഞ്ഞോണ്ണ ഞാന് എന്റെ കഴുത്തുളുക്കിയിരിക്കുന്ന നിനക്ക് അറിയില്ലേ സാരദേ? എന്റെ ദൈവം തമ്പുരാനെ, 8 വർഷം മുമ്പ് ഇയാള് കുളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പുറകിൽ അണ്ണാന്നൊന്ന് വിളിച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഉളിക്കെന്നും പറഞ്ഞ് അന്ന് മുതൽ പണിക്ക് പോകാതിരിക്കുന്ന മനുഷ്യനായി. എന്നാലും മടിയാന്ന് നിങ്ങൾ പറയരുതെണ്ണ. എന്റെ മടിയൊക്കെ എന്തോ മടി. നിന്റെ അച്ഛന്റെ മടി. നീ ആ മടി കണ്ടിട്ടുണ്ടോ ശാരദ? പിന്നെ എന്റെ അച്ഛന്റെ മടിയിലിരുന്ന് ഉറങ്ങുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുഞ്ഞിൽ. ആ മടിയല്ല, പിന്നെ മറ്റേ മടി. കാലയിലെ നഖര് വെട്ടാൻ മടിയുള്ള ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഞങ്ങളുടെ വീട്ടിൽ ഒരു എലിയുടെ മാളമുണ്ട്. അവിടെ കൊണ്ടേ നീ കാല് വെച്ചു കൊടുക്കും. പാവെലി കപ്പയാന്നും പറഞ്ഞ് അയാളുടെ നഗരിൽ നിന്നിട്ടാ എലി പോകുന്നത്. എലിയെ കൊണ്ടാ നിന്റെ അച്ഛൻ നഖം വെട്ടിക്കുന്നത്, അറിയാമോ? എന്റെ ഭഗവാനെ, വിഭാണ്ടകൻ ഇവിടെ ഉണ്ടായിരുന്നു. ആരറിഞ്ഞു? നിനക്ക് പോലും ഞാൻ തിന്നാൻ തരുന്നില്ല, പിന്നെ എലിക്ക് കൊടുക്കാൻ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു സാരദേ? എനിക്ക് പോലും നിന്റെ അച്ഛൻ ഒന്നും തരത്തില്ല. സുഗമോദേവി നിങ്ങള് സുഗമോദേവി സീരിയൽ പോലും നിന്റെ അച്ഛനെല്ലാം കാണിക്കത്തില്ല. ഞാനിപ്പോ അച്ഛനെയോ കാണിക്കാത്ത ഞാനെന്തോ ചെയ്തു? കൊച്ച, ഇവന്റെ കാര്യങ്ങളൊന്നും നിനക്കറിയാൻ വൈകിട്ടാ. ഞായറാഴ്ച ദിവസം ഉണ്ടല്ലോ, ഇവന് എനിക്കൊരു ബീഫ് പോലും മേടിച്ചു തരത്തില്ല, അറിയാം നിനക്ക്? അണ്ണാ, ഞായറാഴ്ച ദിവസം ഇച്ചിരി ബീഫ് വാങ്ങിച്ചു കൊടുത്ത് എന്താണ് കുഴപ്പം അച്ഛന്? എടി, നിന്റെ അച്ഛന് മുടിഞ്ഞ കൊളസ്ട്രോളാ. ആര് പറഞ്ഞാൽ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്? എനിക്ക് എവിടെയാണോ കൊളസ്ട്രോൾ ഉള്ളത്? എവിടാ കൊളസ്ട്രോൾ ഇല്ലാത്ത? എവിടെയാണോ കൊളസ്ട്രോൾ ഉള്ളത്? നിങ്ങളൊന്ന് നോക്കിക്കേ. കഴിഞ്ഞ ആഴ്ച കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ലാബിൽ കൊണ്ടുവന്നു. കൊളസ്ട്രോൾ നോക്കാൻ വേണ്ടി ചോര എടുത്തപ്പോ ചോരക്ക് പകരം സിറിഞ്ചിനകത്ത് നെയ്യാണ് കയറിയത്. അത് കണ്ട നേഴ്സ് ബോധം കെട്ട് വീണ്. അത് കഴിഞ്ഞപ്പോ ഒരു നെയ് കമ്പനിക്കാർ എന്നെ വിളിച്ച് 2 മാസത്തേക്ക് നിന്റെ അച്ഛനെ കൊടുത്താൽ നെയ്യ് എടുത്തിട്ട് 2 ലക്ഷം രൂപ നമുക്ക് തരാം. എന്നിട്ട് 2 ലക്ഷം രൂപക്ക് ഞാൻ വില പറഞ്ഞുറപ്പിച്ച മുതലായി നിന്ന് കീച്ചു. അങ്ങനെ എന്റെ നെയ്യെടുത്ത് നീ അങ്ങനെ കാശുണ്ടാക്കണ്ട.